രൂപീകരണ ഘട്ടം, അതിന്റെ ഉദ്ദേശ ലക്ഷ്യം അത് വളരെയേറെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ രൂപീകരണ ഘട്ടം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അനിവാര്യതയുടെ രൂപീകരണമായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ എന്ത് ചെയ്തു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരോട് കൃത്യമായി നമുക്ക് മറുപടി പറയാൻ കഴിയും. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ഉമ്മത്തിനിടയിൽ ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം നിസ്വാർത്ഥ സേവനം ചെയ്ത് അവർ സംരക്ഷിച്ചു നിർത്തിയത് ഈ ഉമ്മത്തിന്റെ ഈമാനികമായ ബോധമാണ് എന്നോ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 രൂപീകൃതമായി അതിന്റെ ഓരോ മേഖലയിലും ജൈത്രയാത്ര നടത്തുകയാണ്. നമുക്കറിയാം, ആ രൂപീകരണ ഘട്ടം തന്നെ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ഇദാ ലഹറൽ ബിദഉ വസകതൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഇവിടെ ബിദ്അത്ത് വ്യാപകമാവുകയും പണ്ഡിതന്മാർ മൗന വീക്ഷിക്കുകയും ചെയ്താൽ അവരുടെ മേൽ അല്ലാഹുവിന്റെ ലഅനത്തുണ്ടാകും എന്ന അതിഗൗരവമായ ആ ഹദീസിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമായിട്ടുള്ളത്. പിന്നീട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭരണഘടന രജിസ്റ്റർ ചെയ്യപ്പെടാൻ വീണ്ടും 10 വർഷമെടുത്തു. 1934 നവംബർ 14 ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭരണഘടന രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, ആ ഭരണഘടനയുടെ ഓരോ ഖണ്ഡികകളും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ വിഭാവനം ചെയ്യുന്ന ഈ വൈജ്ഞാനിക വിപ്ലവങ്ങളുടെ അനുഗ്രഹീതമായ മൂല്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. 5 ഖണ്ഡികകളിലായി ABCDE എന്ന ലെവലിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭരണഘടന രൂപീകരിക്കുകയാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ ആശയങ്ങളും ആദർശങ്ങളും അത് ഇവിടെ കാത്തു സൂക്ഷിക്കുക, ഇവിടെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒന്നാമത്തെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ എഴുതി വെച്ചിട്ടുള്ളത് നമുക്കറിയാം, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രണ്ടാമത്തെ ഖണ്ഡികയിൽ സൂചിപ്പിക്കുന്നത് വൈജ്ഞാനികമായ മൂല്യങ്ങൾ, പരിശുദ്ധമായ ദീനീ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന മുന്നേറ്റങ്ങൾക്ക് സാക്ഷിയാവുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ